ആണ് ഗൈസ്, ടെൻ്റാണ്. ഇനി നമ്മൾ ബീഡ്സ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ക്ലോത്ത് നമ്മൾ ഡൈയിങ്ങിന് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ഉള്ള കളറ് വെച്ചിട്ട് നമ്മൾ ബീഡ്സ് കാര്യങ്ങൾ ഒക്കെ വാങ്ങുകയാണ്. ഹാൻഡ് വർക്കാണ്. നമ്മൾ SM വന്നതാണ്. SM നമ്മളെ ബീഡ്സിൻ്റെയൊക്കെ ഷോപ്പുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം ജനതയിലേക്ക് വന്നിട്ടുണ്ട്. ജനതയിൽ വന്ന് ബീഡ്സ് കാര്യങ്ങൾ 2 ഷോപ്പിലേക്ക് എന്തായാലും പോകേണ്ടി വരും. ഒരു സ്ഥലത്ത് നിന്ന് മൊത്തം കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു നിയമം. കുറേ നടത്തിക്കണം എന്നുള്ളതാണ്. നമ്മളെ ഡ്രസ്സിൻ്റെ കളറ് ഒരു പീക്കോക്ക് ബ്ലൂയിലേക്കാണ് നമ്മൾ ഡൈയിങ്ങിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലുള്ള തീമും ആ ഒരു ടൈപ്പിലാണ്. ഇനി എന്താണ് അവസ്ഥ എന്ന് ക്ലോത്ത് ഡൈയിങ് ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ കുന്തൻ സ്റ്റോണ് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്യണത്. ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. അത് മതിയാവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ചെയ്ത് തുടങ്ങിയാൽ മാത്രം ഏത് പാറ്റേണിലേക്ക് കൊടുക്കണം. ഓവറോൾ ഞാനൊരു പാറ്റേൺ വരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ അതിലെന്തെങ്കിലും ഡിഫറൻസോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ബ്രൈഡ്സിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി കയറി. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി ഇങ്ങ് പോന്നു. കാരണം എടുക്കാനായില്ല. ഡ്രസ്സ് ഡിസൈൻ ചെയ്താൽ മാത്രമേ ഏത് പാറ്റേണിലേക്ക് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത ബീഡ്സ് കടയിലേക്ക് പോവുകയാണ്. ബ്രദേഴ്സിലേക്ക് പോവുകയാണ്. ഇത് SM സ്ഥലങ്ങളാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി. ഭയങ്കര തിരക്കാണ് അവിടെ. നമുക്ക് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നേരം ഉണ്ടായിരുന്നില്ല. നമുക്കും ഓൾറെഡി നേരം ലേറ്റ് ആയിട്ടുണ്ട്. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഫുള്ള് തിരക്കായിരുന്നു. നമ്മൾ അവിടുന്ന് വാങ്ങി ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീഡ്സ് കാര്യങ്ങൾ വാങ്ങി ക്ലോത്ത് ഡൈയിങ്ങിന് കൊടുത്തു. പിന്നെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോയി വീട്ടിലേക്ക് പോകാം. നമുക്കിവിടുന്ന് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് സ്റ്റാൻഡിലേക്ക്. അവിടെ ചെന്ന് എന്താ പറയുക, ഒരു ചെറിയൊരു ചായ കുടിക്കണം. ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ബാലുശ്ശേരിക്ക് ബസ് കയറാം. എന്താണെന്നറിയില്ല, എസ്കലേറ്റർ 2ഉം വർക്കിംഗ് ആയിരുന്നു. സാധാരണ ഒരു കാലം വർക്കിംഗ് ആയിരിക്കില്ല, ഏതെങ്കിലും ഒന്ന് വർക്കിംഗ് ആയാൽ നല്ലത്. ഇപ്പോൾ മടുത്ത് വന്നിട്ടുള്ളതായിരുന്നു. ഏതായാലും ആ ഉപകാരം ഉണ്ടായി. അങ്ങനെ അതിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. വേറെ കഴിക്കാൻ കാര്യങ്ങളൊന്നും നമുക്ക് അന്നേരം എന്താ പറയുക തോന്നുന്നുണ്ടായിരുന്നില്ല. നടന്ന് ആകെ ക്ഷീണിച്ച് ലാസ്റ്റ് നമ്മളൊരു ചായ കുടിച്ച് ബസ് കയറിയിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. സാധാരണ എന്നും മഴ ഉണ്ടാവുന്നതാണ്. നമുക്കങ്ങനെ മഴയൊന്നും കിട്ടിയില്ല. അത്യാവശ്യം ചൂടുമായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ബാലുശ്ശേരി എത്തി. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയുള്ളൊരു ടെക്സ്റ്റൈൽസിൽ കയറി. പൂർണിമ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസിൽ കയറി. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പർച്ചേസിംഗ് ആണ് ഇവിടെ സീരീസ് 1. അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ സീരീസായിട്ട് അങ്ങനെ എപ്പിസോഡ് പോലെ പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ലൈഫ് ലോങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കാണാമല്ലോ. അതാണ് മെയിനായിട്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു അന്ന് ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇന്നും ഇവിടെ കിടക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് എനിക്കുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനുള്ള ക്ലോത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ടെക്സ്റ്റൈൽസിലും കയറി ഇറങ്ങി. റെഡി മെറ്റീരിയലുള്ള സ്ഥലത്ത് പോയി എല്ലായിടത്തും കയറി ഇറങ്ങി. പക്ഷെ എവിടെ നിന്നും ആ ഒരു കളർ കിട്ടിയില്ല കേട്ടോ. ഞാനൊരു പീക്കോക്ക് ബ്ലൂ, റോയൽ ബ്ലൂ ആ ഒരു ടൈപ്പായിരുന്നു മനസ്സിൽ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു തീം മനസ്സിലുണ്ട്. ആ തീം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എവിടെയും കിട്ടിയില്ല. ലാസ്റ്റ് തോട്ടത്തിൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമുക്ക് വിചാരിച്ചൊരു ക്ലോത്ത് കിട്ടണത്. ആ ക്ലോത്ത് പിന്നെ ഡൈയിങ്ങിന് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മളത് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ അതവിടെ കൊടുത്തു. 3 ദിവസം കഴിയുമ്പോൾ അവരിങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞാൽ നേരത്തെ കഴിയാണെങ്കിലും വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലോത്തിൻ്റെ കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. ഇനിയൊരു ടെൻഷനാണ്. ഒരു 3 ദിവസം കഴിഞ്ഞ് അത് കൈ കിട്ടിയിട്ട് ആ കളറാണോ, ആ ക്ലോത്ത് എങ്ങനെയായിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ച പോലെ ആ ക്ലോത്ത് വന്നിട്ടുണ്ടോ എന്നറിയിട്ട് ഒരു ടെൻഷൻ. എന്ന് വെച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫുള്ള് അടച്ചിട്ടാണ് പോകുന്നത്. ഇനി അതെന്താവും എന്നറിയില്ല. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് നമുക്ക് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് തീർത്തു. പിന്നെ നമ്മൾ എന്താ പറയുക,
ബീഡ്സ് ഹാൻഡ് വർക്കിനുള്ള വർക്ക് കാര്യങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിനുള്ള ബീഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ പോയി. അങ്ങനെ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പോയി കളക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കുഞ്ഞു പർച്ചേസിങ് കാര്യങ്ങളുണ്ടായിരുന്നു, അതും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് കേട്ടോ. ഇനി വഴിയെ ഇതിൻ്റെ പാർട്ടായിട്ടുള്ള നമ്മൾ ഓരോ ഒരുക്കങ്ങളായിരിക്കും മുന്നോട്ട് വരികയുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.